ബാങ്കിലുള്ള പലിശ അവിടെ സൂക്ഷിക്കാൻ പാടില്ല, നാം അത് തീർച്ചയായും വാങ്ങണം എന്നൊരു പ്രഭാഷണത്തിൽ കേൾക്കാനിടയായി. ഇതിനെക്കുറിച്ചൊരു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം. പിന്നെ പലിശ എന്ന് പറയുമ്പോൾ അത് ഹറാമാണ്, എല്ലാ ആളുകളും അംഗീകരിക്കുന്ന കാര്യമാണ്. ഖുർആനിൽ ആവർത്തിച്ചതിൻ്റെ ഗൗരവം വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്. തിന്നുന്നവരും വാങ്ങുന്നവരും കൊടുക്കുന്നവരും സാക്ഷികളും എഴുത്തുകാരും ഒക്കെ ലഅനത്തിന് ശാപത്തിന് വിധേയരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അങ്ങനെ ധാരാളം ആയത്തുകളും ഹദീസുകളും ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ പലിശ നമ്മൾ വാങ്ങാൻ പാടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതായത് ഒരാൾ പലിശയുമായി ഒരിക്കലും ബന്ധപ്പെടാതിരിക്കുക എന്നതാണ് അസ്ല്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശമ്പളം ബാങ്കിലേക്കാണ് വരുന്നത്. ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അയക്കുന്ന പണം ബാങ്ക് വഴിയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ളതൊക്കെ പലിശ ബാങ്ക് ആയതുകൊണ്ട് അതിൽ പലിശ ഒരല്പസമയത്തെങ്കിലും കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പണം അത് നമ്മുടെ പണമല്ല, അത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യും എന്ന് ബോധ്യപ്പെടുകയാണ് എങ്കിൽ തങ്ങളുടെ അക്കൗണ്ടിലുള്ള തങ്ങളുടേതല്ലാത്ത പണമാവുന്ന പലിശ എടുത്ത് മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക്, ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കയ്യിൽ ഒരു തീക്കനൽ തട്ടിയാൽ പെട്ടെന്ന് ഒഴിവാക്കുന്നത് പോലെ നമ്മളുടേതല്ലാത്ത ഈ ഗൗരവമായ പാപമാവുന്ന പലിശ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും എടുത്ത് ഒഴിവാക്കി നമ്മുടെ ധനം ശുദ്ധീകരിക്കുകയാണ് ചെയ്യേണ്ടത്.